ഡൽഹിയിലെ സ്കൂളുകളിൽ RSSന്റെ ചരിത്രം പാഠ്യവിഷയമാക്കാൻ തീരുമാനം. RSS പ്രത്യയശാസ്ത്രം ഉൾപ്പെടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തും. രാഷ്ട്രനീതി പരിപാടിയുടെ ഭാഗമായാണ് നീക്കം. വിവരങ്ങളുമായി വിനിത വിജയിരുന്നു. വിനിത, നേരത്തെ ഡൽഹി സർവകലാശാലയിൽ മനുസ്മൃതി പഠിപ്പിക്കാനുള്ള ആലോചന വരികയും അധ്യാപകരുടെ വലിയ എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കുകയും ചെയ്തതാണ്. അതുപോലെ പ്രപ്പോസലാണോ അതോ തീരുമാനമായോ RSS ചരിത്രം പഠിപ്പിക്കൽ? ഹാഷ്മി, ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ അന്തിമ രൂപത്തിലുള്ള പാഠ്യപദ്ധതിയിലാണ് ഈ RSSനെ കുറിച്ചുള്ള പാഠങ്ങൾ കൂടി ഉൾപ്പെടുത്തുക. ഇത് സംബന്ധിച്ച് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ആഷിഷ് സൂദ് അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഡൽഹിയിലെ സ്കൂളുകളിൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലാണ് പാഠ്യപദ്ധതിയിൽ RSS കൂടി പാഠഭാഗമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ RSSന്റെ ചരിത്രം, പ്രത്യയശാസ്ത്രം, ഒപ്പം തന്നെ നേതാക്കൾ എന്നിവരെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും ഈ പാഠഭാഗങ്ങളിൽ ഉൾപ്പെടുത്തുക. രാഷ്ട്രനീതി എന്ന പുതിയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നാണ് ഡൽഹി സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിൽ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആഷിഷ് സൂദ് തന്നെ ഇക്കാര്യങ്ങൾ അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ അവർ നൽകുന്നൊരു വിശദീകരണം ഈ വിദ്യാർത്ഥികളിൽ പൗരബോധവും ഒപ്പം തന്നെ സാമൂഹിക ബോധവും വളർത്തിയെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു പദ്ധതിയെ കുറിച്ച് ആലോചിക്കുന്നതെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മൗലിക കടമകളിൽ ഈ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഇത് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ഏതാണെങ്കിലും സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രനീതി എന്ന പുതിയ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.